ഇന്ന് ക്ലാസ് 7ന്റെ ട്രയാങ്കിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ ട്രയാങ്കിൾസ് എന്താണെന്ന് അറിയില്ലേ? 3 സൈഡഡ് ഫിഗർ അല്ലേ? 3 സൈഡഡ് പോളിഗണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. 3 ലൈൻ സെഗ്മെന്റ് മെയ്ഡ് അപ്പ് ഓഫ് 3 ലൈൻ സെഗ്മെന്റ്, 3 ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഫോം ചെയ്ത ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ് ട്രയാങ്കിൾ. നമുക്കറിയാം, അതിന് 3 സൈഡ്സ് ഉണ്ട്, 3 ആംഗിൾസ് ഉണ്ട്, 3 വെർട്ടീസസ് ഉണ്ട് ഇല്ലേ? നമുക്ക് നോക്കാം. ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി. ഇതിൽ ആംഗിൾസ് ഏതൊക്കെ പറയാം നമുക്ക്? എത്ര ആംഗിൾസ് ഉണ്ട്? ആംഗിൾസ് ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. 3 ആംഗിൾ ഉണ്ട്. വെർട്ടീസസ് ഏതൊക്കെ പറയാം? എന്താണ് വെർട്ടീസസ് എന്ന് വെച്ചാൽ? 2 ലൈൻ സെഗ്മെന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന കോമൺ പോയിന്റ്. 2 ലൈൻ സെഗ്മെന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ കോമൺ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെർട്ടീസസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇവിടെ എത്ര വെർട്ടീസസ് ഉണ്ട്? വെർട്ടെക്സ് എ, ബി ആൻഡ് സി. മനസ്സിലായല്ലോ? 3 വെർട്ടീസസ്. ദെൻ അടുത്തത് സൈഡ്സ്. ഏതൊക്കെയാണ് ഇവിടുത്തെ ട്രയാങ്കിളിലെ സൈഡ്സ്? എ ബി, ബി സി, എ സി. നമ്മൾ അതിന്റെ സൈഡ്സിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്ത് എ ബി എഴുതിയിട്ട് മുകളിൽ ഒരു ബാർ കൊടുക്കുക. ബി സി, എ സി. ഇതാണ് 3 സൈഡ്സ്. മനസ്സിലായോ? ഒരു ട്രയാങ്കിളിന് 3 ആംഗിൾസ് ഉണ്ടായിരിക്കും, 3 സൈഡ്സ് ഉണ്ടായിരിക്കും, 3 വെർട്ടീസസ് ഉണ്ടായിരിക്കും. ഇനിയും ഈ ട്രയാങ്കിൾസിനെ അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിനെ ബേസ്ഡ് ഓൺ സൈഡ്സ്, അതായത് സൈഡ്സിന്റെ ബേസിൽ ഇതിനെ പേരുണ്ട്. ഓരോ ട്രയാങ്കിളിനും സൈഡ്സിന്റെ ബേസിൽ ഓരോ പേരുണ്ട്. അതേപോലെ ആംഗിൾസിന്റെ പേരിലും ഒരു ട്രയാങ്കിളിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ബേസിലെ സൈഡ്സിന്റെ പേരിലും ആംഗിൾസിന്റെ പേരിലും ട്രയാങ്കിളിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ സൈഡ്സ്. സൈഡ്സിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ എല്ലാ സൈഡ്സും ഡിഫറന്റ് ആയിട്ടുള്ള ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് സ്കെയിലീൻ ട്രയാങ്കിൾ. എന്താണ് വിളിക്കുന്നത്? സ്കെയിലീൻ ട്രയാങ്കിൾ. അതായത് സ്കെയിലീൻ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഓൾ സൈഡ്സ് ആർ ഡിഫറന്റ്. 3 സൈഡ് ഉണ്ടെങ്കിൽ 3 സൈഡ് മെഷർ എന്താണ്? അൺഈക്വൽ ആയിരിക്കും. അത്തരം ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് സ്കെയിലീൻ ട്രയാങ്കിൾ. സൈഡ്സിന്റെ ബേസിലാണ് നമ്മൾ ഈ പേര് പറയുന്നത്. ഫസ്റ്റ് വൺ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഐസോസിലസ് ട്രയാങ്കിൾ. സെക്കൻഡ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 2 സൈഡ്സ് ആർ ഈക്വൽ. 2 സൈഡ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? ഐസോസിലസ്. ഫസ്റ്റ് പറഞ്ഞു സ്കെയിലീൻ. 3 സൈഡും ഡിഫറന്റ് ആണ്. ഇത് 3 സെന്റിമീറ്റർ ആകാം, ഇത് 5 സെന്റിമീറ്റർ ആകാം, ഇത് 2 സെന്റിമീറ്റർ ആകാം. 3 സൈഡിന്റെയും മെഷേഴ്സ് ഡിഫറന്റ് ആണ് അല്ലേ? അതുകൊണ്ടാണ് ഈ ട്രയാങ്കിളിനെ നമ്മൾ എന്തെന്ന് വിളിച്ചത്? സ്കെയിലീൻ എന്ന് വിളിച്ചത്. രണ്ടാമത്തത് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു. കാരണം 2 സൈഡ് ഈക്വൽ ആണ്. ഇത് എ ബി 3 സെന്റിമീറ്റർ ആണ്, എ സിയും 3 സെന്റിമീറ്റർ ആണ്. ഈ ടൈപ്പ് ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ. നെക്സ്റ്റ് വൺ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? നമുക്കറിയാം, ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? എല്ലാ സൈഡും എന്തായിട്ട് വരണം? ഈക്വൽ ആയിട്ട് വരണം. എ ബി 3 സെന്റിമീറ്റർ, എ സി 3 സെന്റിമീറ്റർ ആൻഡ് ബി സി 3 സെന്റിമീറ്റർ. അങ്ങനെയുള്ള ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലാറ്ററൽ. സൈഡ്സ്, ലാറ്ററൽ മീൻസ് സൈഡ്സ്. എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ആംഗിൾസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ആംഗിൾസിന്റെ ബേസിലാണ് നമ്മൾ ഇനി ട്രയാങ്കിളിനെ തരംതിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ. അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ. എന്താണ് അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ? അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ 90 ഡിഗ്രിയിൽ താഴെയുള്ള ആംഗിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. സെക്കൻഡ് വൺ എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ.
ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. അതായത് 90 ഡിഗ്രിക്ക് അബോവ് വരുന്ന ആംഗിൾ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. അടുത്ത തേർഡ് വൺ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആംഗിൾ ഉണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. മനസ്സിലായല്ലോ? അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ മീൻസ് 90 ഡിഗ്രി താഴെയുള്ള ആംഗിളിനെയാണ് അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അത്തരം ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. ദെൻ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ മീൻസ് 90ക്ക് അബോവ് മെഷർ വരികയാണെങ്കിൽ അത്തരം ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. ദെൻ നെക്സ്റ്റ് വൺ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. 90 ഡിഗ്രി ആംഗിൾ ആണ് ഫോം ചെയ്യുന്നത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ. എന്താണ് മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ? നോക്കുക. ഒരു ട്രയാങ്കിളിന്റെ മീഡിയൻ എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് എന്താണ് മീഡിയൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മീഡിയൻ കണക്ട്സ് എ vertex of a triangle to the midpoint of the opposite side. ഒരു വെർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് മീഡിയൻ. മനസ്സിലായല്ലോ? അതായത് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റ് BC എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന്റെ മിഡിൽ പോയിന്റിലായിട്ട് വരയ്ക്കണം. അതായത് BC എന്ന് പറയുന്ന സൈഡിനെ രണ്ട് ഈക്വൽ മെഷറുള്ള രണ്ട് ലൈൻ സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിപ്പം 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 4 സെന്റിമീറ്റർ ആയിട്ട് മാറും, ഇതും 4 സെന്റിമീറ്റർ ആയിട്ട് മാറും. അപ്പൊ എന്താണ് മീഡിയൻ? ഒരു വെർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ സെഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ. മനസ്സിലായല്ലോ? The next one, altitude. Altitude of a triangle. ഇത് altitude of a triangle. ഓൾട്ടിറ്റ്യൂഡും മീഡിയനും തമ്മിൽ പരസ്പരം തെറ്റരുത്. ഓൾട്ടിറ്റ്യൂഡ് മീൻസ് എന്താണ്? ഹൈറ്റ്. ഓൾട്ടിറ്റ്യൂഡിന്റെ മറ്റൊരു പേരെന്താണ്? ഹൈറ്റ് എന്നാണ്. അതായത് ഒരു ട്രയാങ്കിളിന്റെ എന്താണ് ഓൾട്ടിറ്റ്യൂഡ്? ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മീൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. എപ്പോഴും നമുക്കറിയാം ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എവിടെയായിരിക്കും? അതിന്റെ മിഡിലായിരിക്കും അല്ലെ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ചലിച്ച് വരയ്ക്കുമ്പോ കിട്ടുന്ന ഈ ഡിസ്റ്റൻസ് ആണോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്? ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെ? നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ആയിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉള്ള ലൈൻ സെഗ്മെന്റ്. സോ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഈ പെർപെൻഡിക്കുലറിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് എ ട്രയാങ്കിൾ. മനസ്സിലായല്ലോ? ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഓൾട്ടിറ്റ്യൂഡ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എവിടെയായിരിക്കും? പെർപെൻഡിക്കുലർ ലൈനിലായിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത്. സോ അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. മീഡിയൻ എന്ന് വെച്ചാൽ മിഡിൽ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ്. ഇതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. മീഡിയനും ഓൾട്ടിറ്റ്യൂഡും തമ്മിൽ ഡിഫറന്റ് ആണെന്ന് ഓർത്തുകൊള്ളുക. വരയ്ക്കുന്നതെല്ലാം സെയിം ആണ്. ഒരു വെർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരയ്ക്കുന്നത്. എന്നാൽ മീഡിയൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡിൽ പോയിന്റിലേക്ക് വരയ്ക്കുന്നു. ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, മിഡിൽ പോയിന്റ് ഒന്നുമല്ല, നേരെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുന്നു. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമ്മളൊരു തിയറമാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് പഠിക്കാൻ പോകുന്നത്.
എക്സ്റ്റീരിയർ ആംഗിൾ തിയറം എന്നാണ് അതിന്റെ പേര്. അതായത് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. തിയറം പറയുന്നത് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. അതായത് ഒരു ട്രയാംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ ഓപ്പോസിറ്റിലുള്ള ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ട്രയാംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ ആംഗിൾ എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഇന്റീരിയർ ആയിട്ട് കിടക്കുന്ന ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് തിയറം പറയുന്നത്. അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെയാണ് ആ തിയറം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു ട്രയാംഗിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ട്രയാംഗിൾ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഗിവൺ ട്രയാംഗിൾ എ ബി സി. ഇവിടുത്തെ ഈ ട്രയാംഗിളിലെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ആ ട്രയാംഗിളിന് വെളിയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ട്രയാംഗിളിൽ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ സി ഡി ആണ്. ഈ ട്രയാംഗിളിലെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ എ സി ഡി ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു ഷോ. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു ഷോ ദാറ്റ്, അല്ലെങ്കിൽ ടു ഷോ മെഷർ ഓഫ് ആംഗിൾ എ സി ഡി. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ആംഗിൾ എ സി ഡി. ഇതിന്റെ മെഷർ എന്ന് പറയുന്നത് മെഷർ ഓഫ് ആംഗിൾ 1 പ്ലസ് മെഷർ ഓഫ് ആംഗിൾ 2. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. കാണുന്നുണ്ടല്ലോ, മെഷർ ഓഫ് ആംഗിൾ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എ എന്ന പേര് തന്നെ കൊടുക്കാം. മെഷർ ഓഫ് ആംഗിൾ എ പ്ലസ് മെഷർ ഓഫ് ആംഗിൾ, ഈ ഇന്റീരിയർ കിടക്കുന്ന ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ രണ്ട് ആംഗിളിന്റെ സമ്മിന് ഈക്വൽ ആണ് മെഷർ ഓഫ് ആംഗിൾ എ സി ഡി എന്നാണ് തിയറം പറയുന്നത്. നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ഇവിടെ നടത്താൻ പോവുകയാണ്. എന്താണ് കൺസ്ട്രക്ഷൻ? ഡ്രോ CE parallel to BA. CE parallel to BA. BAക്ക് പാരലൽ ആയിട്ട് ഞാൻ ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. BAക്ക് പാരലൽ ആയിട്ട് ഞാൻ ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. CE മനസ്സിലായല്ലോ? BA parallel to CE. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ നോക്കാം. എന്താണെന്ന് ജസ്റ്റിഫിക്കേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കുക, നമ്മളിപ്പോ ഒരു അഡീഷണൽ കൺസ്ട്രക്ഷൻ നടത്തിയത് എന്താണ്? BA പാരലൽ ടു CE എന്നാണ് നടത്തിയിരിക്കുന്നത്. BA പാരലൽ ടു CE. നമുക്ക് ഇവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ആംഗിളിനെ എക്സ് എന്നും വിളിക്കുന്നു, ഈ ആംഗിളിനെ നമ്മൾ എന്തെന്നും വിളിക്കുന്നു? Y എന്നും വിളിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് AB പാരലൽ ടു C ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമ്മൾ അഡീഷണൽ ആയിട്ട് നടത്തിയ കൺസ്ട്രക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ AB പാരലൽ ടു CE ആണെങ്കിൽ നമുക്ക് എഴുതാം AC അതിന്റെ ട്രാൻസ്വേഴ്സൽ ആണെന്നില്ലേ? നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് പഠിച്ചതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു രണ്ട് പാരലൽ ലൈനെ കട്ട് ചെയ്യുന്ന ലൈൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താ വിളിക്കുന്നത്? ട്രാൻസ്വേഴ്സൽ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ AB പാരലൽ ടു C ആണെന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തി. അങ്ങനെയാണെങ്കിൽ അതിലെ ട്രാൻസ്വേഴ്സൽ ആണ് AC. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ X എന്ന് എഴുതാം അല്ലേ? എന്താണ് റീസൺ? റീസണും കൂടെ എഴുതാം. എന്താണ് റീസൺ? AB parallel to CE and transversal ഏതാണ് ട്രാൻസ്വേഴ്സൽ? AC അല്ലേ? AC ട്രാൻസ്വേഴ്സൽ ആയതുകൊണ്ട് ഓൾട്ടർനേറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിന്റെ റീസൺ. ABയും സിയും പാരലലാണ്. AC അതിന്റെ ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസ് എന്താണെന്ന് നമുക്ക് എഴുതാം? ഈക്വൽ ആണെന്ന് എഴുതാം. അതുകൊണ്ട് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ X എന്ന് എഴുതാം. അടുത്ത നോക്കുക,
അടുത്തത് നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കാൻ പോവുകയാണ്. എ ബി പാരലൽ ടു സി ആൻഡ് ട്രാൻസ്വേഴ്സൽ ബി ഡി എടുത്താലോ? എ ബി പാരലൽ ടു സി, അതിന്റെ ട്രാൻസ്വേഴ്സൽ ഞാൻ ബി ഡി ആണ് എടുക്കുന്നത്. ബി ഡി ആണെങ്കിൽ നമുക്കറിയാം ആംഗിൾ 2ഉം വൈയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇല്ലേ? എ ബി എന്ന് പറയുന്ന ലൈൻ പാരലൽ ലൈനിന്റെയും സി എന്ന് പറയുന്ന ലൈനിന്റെയും ട്രാൻസ്വേഴ്സൽ ആണ് ബി ഡി എങ്കിൽ ആംഗിൾ 2ഉം ആംഗിൾ വൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന പാരലൽ ലൈനിന് മുകളിൽ കിടക്കുന്നു, ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ കിടക്കുന്നു. ഇത് തമ്മിലുള്ള റിലേഷൻ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ എഴുതാം ആംഗിൾ 2 ഈസ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. എന്താണ് റീസൺ? എ ബി പാരലൽ ടു സി ആണ്, അവിടുത്തെ ട്രാൻസ്വേഴ്സൽ ഏതാണ്? ട്രാൻസ്വേഴ്സൽ ബി ഡി എന്നെടുക്കാം. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. മനസ്സിലായല്ലോ സെക്കൻഡ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്നുകൊണ്ട് അതെടുത്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ വൈ എന്ന് എഴുതി. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂടെ ആഡ് ചെയ്യുന്നു. ഇത് രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്താൽ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. അതായത് നമുക്കറിയാം എന്താണ് എക്സ് പ്ലസ് വൈ എന്ന് നോക്കിക്കേ. എക്സും വൈയും തമ്മിൽ ആഡ് ചെയ്താൽ എന്താണ് കിട്ടുന്നത്? മെഷർ ഓഫ് ആംഗിൾ എ സി ഡി ആണല്ലേ? ഈ രണ്ട് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് ഏത് ആംഗിൾ ആണ്? മെഷർ ഓഫ് ആംഗിൾ എ സി ഡി എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മെഷർ ഓഫ് ആംഗിൾ എ സി ഡി എന്ന് എഴുതാം. ആംഗിൾ 1 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് എഴുതാം. ആംഗിൾ 1ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആംഗിൾ എ എന്ന് കൊടുക്കാം. ആംഗിൾ 2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആംഗിൾ ബി എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു മെഷർ ഓഫ് ആംഗിൾ എ സി ഡി. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഷോ മെഷർ ഓഫ് ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു മെഷർ ഓഫ് ആംഗിൾ എ പ്ലസ് മെഷർ ഓഫ് ആംഗിൾ ബി. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? നമ്മളിവിടെ ട്രാൻസ്വേഴ്സലും പാരലൽ ലൈൻസും മാത്രമുള്ള കണ്ടീഷൻസ് മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്ത് ഈ തിയറം പ്രൂവ് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. മനസ്സിലായല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. നന്നായിട്ടത് പഠിക്കണം.